ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലുള്ള ചിന്തക്കായിട്ട് 1 പത്രോസ് 1:19 വാക്യം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നും നമ്മൾ കേട്ടതായി ഈ വചനം, നമ്മളെങ്ങനെയാണ് കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, എങ്ങനെയാണ് കർത്താവിനെ മക്കളാകുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ നമ്മൾ മനുഷ്യനല്ല, ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകനായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. ഇതിനു വേണ്ടി ദൈവം എന്താ നമുക്ക് വേണ്ടി കൊടുത്തേ? വളരെ ആഴത്തിലോട്ട് ചിന്തിക്കേണ്ടതായ ഒരു വചനവാക്യമാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ കേട്ടതായ ഈ തിരുവചനം. നമുക്കറിയാം, പിതാവാം ദൈവം തൻ്റെ മകനെ പാപത്തിനും രോഗത്തിനും ശാപത്തിനും അടിമകളായിരുന്ന നമ്മ ഓരോരുത്തരെയും കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുത്തു. കൊടുക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ തൻ്റെ ഏകജാതനായ പുത്രനെ കൊടുത്തുകൊണ്ട് പിതാവാം ദൈവം അതിന് പരിഹാരം വരുത്തി. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പകരമായി യേശു കർത്താവ് മരിച്ചു. ആ വിലയേറിയ കുഞ്ഞാടിൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങി. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പത്രോസ് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നമ്മുടെ വായുകൾ തുറന്ന് ഒന്ന് പറയാമോ? കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്നെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ വചനം നിങ്ങളെ സ്പർശിക്കട്ടെ. നിങ്ങളൊരു തിരിച്ചറിവിലോട്ട്, എന്നിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നാം ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ മകളാണ് ഞാൻ ഭൂമിയിൽ വാഴേണ്ടതിന് ദൈവം എന്നെ തെരഞ്ഞെടുത്ത ആ വിലയേറിയ രക്തത്താൽ എന്നെ ദൈവം സീൽ ചെയ്തിരിക്കുന്നു. എനിക്കുള്ളതല്ല, ഞാനിനി ദൈവത്തിനുള്ളതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യം അനേകരിലോട്ടെത്തിക്കുവാൻ കർത്താവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് തന്നെ വിലക്ക് വാങ്ങിയെന്ന ഉറപ്പുള്ളവർ ഈ വചനത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you. Amen.